ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീഡിയോ ടൈം ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെ ഇടാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് അപ്ലോഡാക്കിയത് പബ്ലിസിറ്റി ആക്കാതെ അപ്ലോഡാക്കിയത് വീഡിയോസ് നമ്മൾ ഷോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണും. ഓക്കെ, ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് പബ്ലിസിറ്റി ആക്കിയിട്ടില്ല. നമ്മൾ ഇത് ടൈം ഇട്ട് നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. നമുക്കിപ്പം മൂവിങ് ആവുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്ത് ഇതൊരു ഓഡിയൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് വരും. ഈ ഗ്രാഫിലാണ് നമ്മൾ നോക്കുന്നത്. കണ്ട ഈ കടും നീല കളർ കിടക്കുന്നത് 18 വൈകിട്ട് 6 മണിയാണ്. ഓക്കെ, നാട്ടിലെ 8:30, ഇവിടെ ഖത്തറിൽ 6 മണി, നാട്ടിൽ 8:30 സമയത്താണ് ഇവിടെ കൂടുതലും ആൾക്കാർ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മളിത് 6 മണിക്ക് സെറ്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇത് ബാക്ക് എടുത്തിട്ട് ഇത് നമ്മൾ 6 മണിക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ ആ ടൈമിങ് നോക്കിയിട്ട് 6 മണിക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ മറന്നു പോയാലും നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ സമയത്ത് തന്നെ പബ്ലിസിറ്റി ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുന്നതിന് ഈ വിസിബിലിറ്റി ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പബ്ലിക് ക്ലിക്ക് ചെയ്യുക. അതിന് ഷെഡ്യൂൾ അടിക്കുമ്പോൾ ഇവിടെ ടൈമിങ് ജൂലൈ ഡേറ്റും വരും. ഓക്കെ, ഏത് ഡേറ്റാണ് ഇന്ന് 14 എങ്കിൽ 14 ഓക്കെ കൊടുക്കുക. അടുത്ത ടൈമിങ് വരും. 14, 15, 16 എന്നുള്ള ടൈമിംഗ് ഉണ്ട്. 1, 2, 3, 4 എന്നുള്ള ടൈമിംഗ് ഉണ്ട്. നമുക്ക് നാട്ടിലെ 8:30ക്കാണ് ഇടേണ്ടത്. ഓക്കെ, 8:30ക്ക് നമ്മൾ ഇടുന്നു. ഓക്കെ, 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് 8:30ക്ക് ഇടുന്നു. ഇനി ഈ സെറ്റിൽ ഇത് ഇവിടെ തന്നെ ഈ വലത്തും തൊട്ട് താഴെയും AM ഉം PM ഉം വരും. ഓക്കെ, അപ്പോൾ വൈകിട്ടെങ്കിൽ വൈകിട്ട് നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ PM-ലോ AM-ലോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ 14 വൈകിട്ട് 8:30, PM എങ്കിൽ PM, AM എങ്കിൽ AM വരും. ഓക്കെ, എന്നിട്ട് ബാക്ക് എടുത്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ്ട് ഷെഡ്യൂൾഡ്. ഓക്കെ, ഓൾറെഡി നമ്മളിത് ഷെഡ്യൂളാക്കിയിട്ടു. അപ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്ട് മുകളിൽ നമ്മുടെ ഷെഡ്യൂൾ ചെയ്തിട്ട് ആണ്ട് ഇതുപോലെ കിടക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ കിടക്കും. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന വിധം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ഒരിടത്ത് ഇടുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.